പ്രിയ വിദ്യാർത്ഥികളെ, 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്ന സോങ് വിശദീകരിക്കുന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ബോബ് ഡൈലാൻ എന്ന അമേരിക്കൻ സിംഗർ ആൻഡ് സോങ് റൈറ്റർ, അമേരിക്കക്കാരനായ ഗായകനും ഗാനരചയിതാവുമായ ബോബ് ഡൈലാനാണ് ഈ സോങ് ചിട്ടപ്പെടുത്തിയത്. നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. ബോബ് ഡൈലാൻ, born on May 24th, 1941, is an American singer and songwriter. 1941 മെയ് 24 ബോബ് ഡൈലാൻ ജനിച്ചത്. അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹം ഒരു സിംഗറും സോങ് റൈറ്ററുമായിരുന്നു, ഗായകനും ഗാനരചയിതാവും. ബ്ലോയിങ് ഇൻ ദ വിൻഡ് is a song written by Bob Dylan in 1962. 1962 ബോബ് ഡൈലാൻ ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള ഈ ഗാനം ചിട്ടപ്പെടുത്തിയത്. ഇറ്റ് ഹാസ് ബീൻ ക്ലാസിഫൈഡ് ആസ് എ പ്രൊട്ടസ്റ്റ് സോങ്. ഒരു സമരഗീതം, പ്രതിഷേധ ഗാനം എന്ന രൂപത്തിലാണ് ഇത് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. വിച്ച് പോസസ് എ സീരീസ് ഓഫ് റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് അബൌട്ട് പീസ്, വാർ ആൻഡ് ഫ്രീഡം. യുദ്ധം, സമാധാനം, സ്വാതന്ത്ര്യം ഇവയൊക്കെ കുറിച്ച് ഒട്ടനവധി റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ ആണ് ഈ ഗാനത്തിലൂടെ അദ്ദേഹം ഉയർത്തുന്നത്. This song was the American Civil Rights Movement, the anthem of the American Civil Rights Movement of the 1960s. 1960 കാലഘട്ടങ്ങളിൽ ഉയർന്നു വന്ന ആഫ്രോ അമേരിക്കൻസ്, അമേരിക്കയിലെ കറുത്തവർഗക്കാരുടെ ഉന്നമനത്തിനും അവരുടെ അവകാശ സംരക്ഷണത്തിനും വേണ്ടി രൂപീകൃതമായിട്ടുള്ള അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റ് എന്നുള്ള പ്രസ്ഥാനത്തിന്റെ ഒരു ആന്തം, ആ സംഘടനയുടെ ഒരു ഗാനമായിട്ടും ഇത് പരിഗണിക്കപ്പെട്ടു. He won the Nobel Prize in Literature for his contributions to music in 2016. 2016 സംഗീത ലോകത്ത് ബോബ് ഡൈലാൻ നടത്തിയ സംഭാവനകളെ മുൻനിർത്തിക്കൊണ്ട് സാഹിത്യത്തിനുള്ള നൊബേൽ പ്രൈസും അദ്ദേഹത്തിന് സമ്മാനിക്കപ്പെട്ടു. Now, what are the messages and themes of this poem? ഈ ഗാനത്തിന്റെ അല്ലെങ്കിൽ ഈ കവിതയുടെ ആശയം, സന്ദേശം എന്താണെന്ന് പരിശോധിക്കാം. The theme of the poem is that everyone talks about the banning of weapons and ending of wars and bringing peace and freedom. ലോകത്ത് എല്ലാ നേതാക്കന്മാരും സംസാരിക്കുന്നത് ആയുധം നിരോധിച്ച് യുദ്ധങ്ങൾ അവസാനിപ്പിച്ച് സ്വാതന്ത്ര്യവും സമാധാനവും കൊണ്ടുവരണം എന്നാണ്. But when are they going to be realized? പക്ഷേ ഇത്തരം മഹത്തരമായ ലക്ഷ്യങ്ങളൊക്കെ എന്നാണ് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത്? പീപ്പിൾ ഷുഡ് റൈസ് ദെയർ വോയിസ് അഗൻസ്റ്റ് ഇൻജസ്റ്റിസ്. അനീതിക്കെതിരെ ജനങ്ങൾ ശബ്ദമുയർത്തണം. ഡു ദെയർ റെസ്പോൺസിബിലിറ്റീസ്. ഓരോരുത്തരും അവരുടെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റണം. ആൻഡ് ഫൈറ്റ് ഫോർ ദെയർ റൈറ്റ്സ്. അങ്ങനെ എല്ലാവരും അവരുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി പോരാടണം. ഇതൊക്കെയാണ് ഈ ഗാനം നൽകുന്ന സന്ദേശം. ഇത് തന്നെയാണ് ഈ ഗാനത്തിന്റെ തീമും ആശയവും. Now, let's examine the structure of the poem. ഈ സോങ്ങിന്റെ അല്ലെങ്കിൽ ഈ കവിതയുടെ സ്ട്രക്ചർ ഇതെങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നൊന്ന് പരിശോധിക്കാം. നമുക്കറിയാം, ആദ്യ സ്റ്റാൻസയിൽ there are 6 lines. 6 വരികളാണുള്ളത്. അങ്ങനെയുള്ള 3 സ്റ്റാൻസകളുണ്ട്. 6 വരികൾ വീതമുള്ള 3 സ്റ്റാൻസകൾ. ഓരോ 6 വരി സ്റ്റാൻസ കഴിഞ്ഞാലും നമുക്കൊരു കപ്ലറ്റ് കാണാം, 2 വരികൾ. ഈ 2 വരികൾ കൃത്യമായ ഇടവേളകളിൽ, അതായത് ഓരോ 6 വരി സ്റ്റാൻസ കഴിഞ്ഞാലും ഈ 2 വരികൾ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു, ആവർത്തിക്കപ്പെടുന്നു. ഇങ്ങനെ കൃത്യമായ ഇടവേളകളിൽ ആവർത്തിക്കപ്പെടുന്ന വരികളെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ കവിതയിൽ 9 റിട്ടോറിക്കൽ ക്വസ്റ്റ്യനും 3 പ്രാവശ്യം ആവർത്തിക്കപ്പെടുന്ന ഒരു റിഫ്രൈനുമുണ്ട്. ഇതാണ് ഈ കവിതയുടെ ഒരു സ്ട്രക്ചർ. ഈ 6 വരികൾ അടങ്ങുന്ന സ്റ്റാൻസയിൽ, ഓരോ സ്റ്റാൻസയിലും there are 3 റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ്. 3 റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസുമുണ്ട്. വിദ്യാർത്ഥികൾക്കറിയാം, റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻ കൊണ്ട് അർത്ഥമാക്കുന്നത് ആരും ആൻസർ പറയേണ്ടതില്ലാത്ത, അതല്ലെങ്കിൽ അത്തരമൊരു ആൻസർ പ്രതീക്ഷിക്കപ്പെടാത്ത തരത്തിലുള്ള ക്വസ്റ്റ്യൻ. നമുക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്, ഒരു പ്രസ്താവന നാം ഒരു
ക്വസ്റ്റ്യൻ രൂപത്തിൽ ഉയർത്തുന്നു എന്ന് മാത്രം. നമുക്കൊരു ക്വസ്റ്റ്യനും ഒന്ന് വായിച്ചു നോക്കാം. ഓപ്പണിംഗ് ലൈൻ: ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ വാക്ക് ഡൗൺ ബിഫോർ യു കോൾ ഹിം എ മാൻ? ഇതാണ് ആദ്യ 2 വരികൾ. ഈ 2 വരികളിലൂടെയാണ് ഒരു ചോദ്യം ചോദിക്കുന്നത്. കവിതയിലെ എല്ലാ വരികളും ഇങ്ങനെ തന്നെയാണ്, ഓരോ ചോദ്യങ്ങളായിട്ട്. ഒരു മനുഷ്യനെ മനുഷ്യനായിട്ട് അംഗീകരിക്കപ്പെടും മുമ്പ് എത്രമാത്രം റോഡുകൾ അയാൾ സഞ്ചരിച്ചിരിക്കണം എന്നതാണ് ആദ്യ ചോദ്യം. ഇത്തരമൊരു ചോദ്യം കൊണ്ട് ഗാനരചയിതാവ് ഉദ്ദേശിക്കുന്നത് ഹൗ മച്ച് എ മാൻ മസ്റ്റ് സഫർ or experience in life before he is recognized as a human being. റോഡുകൾ സഞ്ചരിക്കുക, വഴികളിലൂടെ നടക്കുക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ജീവിത സഞ്ചാരമാണ്, ജീവിത പാതയിലൂടെയുള്ള മുന്നോട്ടുള്ള സഞ്ചാരം. അതായത് ഒരാൾ ജീവിതത്തിൽ എത്രമാത്രം എക്സ്പീരിയൻസ് ചെയ്തിരിക്കണം, സഫർ ചെയ്തിരിക്കണം, കഷ്ടപ്പാടുകളും ദുരിതങ്ങൾ അനുഭവിക്കണം, ജീവിത അനുഭവങ്ങൾ ഒരാൾക്ക് എത്രമാത്രം ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരാളെ ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനാണെന്ന് അംഗീകരിക്കും മുമ്പ്, ഒരാൾ ജീവിതത്തിൽ എത്രമാത്രം കഷ്ടപ്പെട്ടതിന് ശേഷമാണ് നിങ്ങൾ ഒരാളെ മനുഷ്യനായിട്ട് അംഗീകരിക്കുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഹൗ മെനി സീസ് മസ്റ്റ് എ വൈറ്റ് ഡോഗ് സെയിൽ ബിഫോർ ഷീ സ്ലീപ്സ് ഇൻ ദ സാൻഡ്? സമാധാനത്തോടെ ഒരു കരയിൽ ഒന്ന് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു വൈറ്റ് ഡോഗിന്, ഒരു വെള്ളപ്രാവിന് എത്ര കടലുകൾ കടന്ന് സഞ്ചരിക്കണം? സമാധാനമുള്ള ഒരിടം കണ്ടെത്താൻ ഒരു വെള്ളപ്രാവിന് പോലും എത്ര കടലുകൾ താണ്ടി സഞ്ചരിച്ച് ഏത് രാജ്യത്താണ് സമാധാനം കണ്ടെത്താൻ കഴിയുക? ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് where can a white dog find a peaceful piece of land in this world for her to sleep peacefully? വൈറ്റ് ഡോഗ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം, അതൊരു സിമ്പലാണ് സമാധാനത്തിന്റെ പ്രതീകമായ വൈറ്റ് ഡോവിന് പോലും സമാധാനത്തോടെ കിടന്നിറങ്ങാൻ, ശാന്തിയും സമാധാനവുമുള്ള ഒരു തുണ്ട് ഭൂമി പോലും ഈ ലോകത്തില്ല എന്നാണ് കവി ഉദ്ദേശിക്കുന്നത്. ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: യെസ്, ആൻഡ് ഹൗ മെനി ടൈംസ് മസ്റ്റ് ദ കാനൺ ബോൾസ് ഫ്ലൈ ബിഫോർ ദേ ആർ ഫോർ എവർ ബാൻഡ്? പീരങ്കി ഉണ്ടകൾ അന്തരീക്ഷത്തിലൂടെ പറന്നു നടക്കുന്നു. എത്ര പ്രാവശ്യം അന്തരീക്ഷത്തിൽ പീരങ്കി ഉണ്ടകൾ പറന്നതിന് ശേഷമാണ് അവയെല്ലാം നിങ്ങൾ എന്നേക്കുമായി നിരോധിക്കാൻ പോകുന്നത്? കാനൺ ബോൾസ് എന്നുള്ളത് പഴയകാല യുദ്ധോപകരണം, ഒരു വെപ്പൺ എന്ന രൂപത്തിൽ. ഇതൊക്കെ എത്ര പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷമാണ് അവ നിരോധിക്കാൻ പോകുന്നത് എന്ന് വെച്ചാൽ, കാനൺ ബോൾസ് ഫ്ലൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാസ് ടേക്ക് പ്ലേസ്, വാസ് ഹാപ്പൻ, യുദ്ധങ്ങൾ സംഭവിക്കുക. എത്ര യുദ്ധം നടന്നതിന് ശേഷം, എത്ര കെടുതികൾ, മരണങ്ങൾ സംഭവിച്ചതിന് ശേഷമാണ് ആയുധം നിരോധിക്കാൻ പോകുന്നത്, യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നത് എന്നാണ് ചോദ്യം. When are actually the ban on weapons and the end of wars going to be realized? ആയുധ നിരോധനവും യുദ്ധം അവസാനിപ്പിക്കലുമൊക്കെ ഏത് കാലത്താണ്, എപ്പോഴാണ് സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നത് എന്നാണ് ചോദ്യം. ഈ ആദ്യ സ്റ്റാൻസയിൽ തന്നെ അലിറ്ററേഷൻ എന്നതിൻ്റെ ധാരാളം ഉദാഹരണങ്ങൾ കാണാവുന്നതാണ്. ഓപ്പണിംഗ് ലൈനിൽ ഹൗ മെനി മസ്റ്റ് മാൻ, അതുപോലെ തന്നെ സ്ലീപ്പ്, സാൻഡ് എന്നിങ്ങനെ വിദ്യാർത്ഥികൾ ഓരോ ലൈനും പരിശോധിച്ച് അതിൽ ഉൾപ്പെടുന്ന അലിറ്ററേഷൻ എക്സാമ്പിൾസ് സ്വയം കണ്ടെത്താൻ ശ്രമിക്കുക. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട പോയറ്റിക് ഡിവൈസ് ആണ് സിംബലിസം. ധാരാളം സിംബലുകൾ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മറ്റൊരു കാര്യം ഇൻഡയറക്റ്റ് ആയിട്ട് ഉദ്ദേശിക്കുക. ഉദാഹരണത്തിന് റോഡ്സ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലൈഫ് എക്സ്പീരിയൻസസ്, സഫറിങ്സ് ഇൻ ലൈഫ്, ജീവിതത്തിലെ ദുരന്തങ്ങൾ, കഷ്ടപ്പാടുകൾ, ജീവിത അനുഭവങ്ങൾ, ഇതാണ് ഉദ്ദേശിച്ചത്. വൈറ്റ് ഡോവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പീസ്, ശാന്തി, സമാധാനം. ദെൻ കാനൺ ബോൾസ്, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാർ, വയലൻസ് ആൻഡ് വെപ്പൺസ്, യുദ്ധം, അതുപോലെ തന്നെ അക്രമങ്ങൾ, യുദ്ധോപകരണങ്ങൾ, ആയുധങ്ങൾ എന്നിങ്ങനെ. ഇങ്ങനെ ആദ്യ സ്റ്റാൻസ കഴിഞ്ഞാൽ തുടർന്ന് വരുന്നതാണ് 2 വരികൾ. ദി ആൻസർ മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദി ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്. സുഹൃത്തെ, ഈ ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ അന്തരീക്ഷത്തിൽ ഒഴുകി നടക്കുന്നുണ്ട്.
ആൻസേഴ്സ് അന്തരീക്ഷത്തിൽ ലഭ്യമാണ്. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ആൻസേഴ്സ് ടു ഓൾ ദീസ് ക്വസ്റ്റ്യൻസ് ആർ നോൺ ടു ഓൾ ആസ് ദേ ആർ ബ്ലോയിങ് ഇൻ ദ വിൻഡ്. നമ്മോട് വളരെ ചേർന്ന് നിൽക്കുന്ന, ഓരോരുത്തർക്കും കണ്ണു തുറന്നാൽ കാണുന്ന വിധം, ഓരോരുത്തർക്കും കാത് തുറന്നാൽ കേൾക്കുന്ന വിധം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്, എല്ലാവർക്കും അറിയുന്നതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാം ആൻസർ. അതുകൊണ്ട് തന്നെ ഇത് ആരും ആൻസർ പറയേണ്ടതില്ലാത്ത ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും അറിയുന്ന, ആരുടെ ആൻസറും പ്രതീക്ഷിക്കാത്ത, നേരെ ചൊവ്വെ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന ക്വസ്റ്റ്യൻ രൂപം റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. ദെൻ ഈ 2 വരികളിൽ ഫ്രണ്ട് എന്ന ഒരു പ്രയോഗമുണ്ട്. ആരാണ് ഈ ഫ്രണ്ട്? ഇതേതെങ്കിലും ബോബ് ഡയലാന്റെ ഒരു പെർട്ടിക്കുലർ ഫ്രണ്ട് അല്ല. ഈ ഗാനം ശ്രദ്ധിക്കുന്ന, ഈ വരികൾ വായിക്കുന്ന ഓരോ വായനക്കാരനും ലോകത്തെ സകല ജനങ്ങളുമാണ് ഫ്രണ്ട്. ജനങ്ങളെ, സുഹൃത്തുക്കളെ, ഇതിന്റെ ആൻസർ എല്ലാവർക്കും അറിയുന്നതാണ് എന്നാണ് ഉദ്ദേശിച്ചത്. എവറി റീഡർ ഓഫ് ദീസ് ലൈൻസ്. ഇങ്ങനെ ഈ വരികൾ കൃത്യമായ ഇടവേളകളിൽ ഈ ഗാനത്തിൽ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് റിഫ്രൈൻ എന്നതിന്റെ എക്സാമ്പിളായി വരുന്നത്. Now, in the next stanza, there are another 3 questions. Question 4. Yes, and how many years can a mountain exist before it is washed to the sea? കടലിലേക്ക് ഒഴുക്കപ്പെടും മുമ്പ് ഒരു പർവ്വതത്തിന് എത്ര കാലം നിലനിൽക്കാൻ കഴിയും എന്നുള്ളതാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഹൗ ലോങ് ക്യാൻ ദ മൈറ്റി ഡിക്റ്റേറ്റേഴ്സ് എക്സിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മോർ പവർഫുൾ സീസ് ഓഫ് ദി പ്രൊട്ടസ്റ്റ് ഓഫ് ദി ഓപ്രസ്ഡ് പീപ്പിൾ. ഈ വരികളിൽ 2 നാച്ചുറൽ ഫോഴ്സുകളെയാണ് ഗാനരചയിതാവ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് മൗണ്ടൻ, വളരെ പവർഫുൾ ആണ്, പർവ്വതം. മറ്റൊന്ന് ഈക്വലി ഓർ മോർ പവർഫുൾ ആയിട്ടുള്ള സീ, സമുദ്രം. ഇവിടെ മൗണ്ടൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദ പവർ ഓഫ് ദി ഓപ്രസീവ് റൂളേഴ്സ്, അടിച്ചമർത്തപ്പെടുന്ന ഡിക്റ്റേറ്റേഴ്സ് ആയിട്ടുള്ള, സ്വച്ഛാധിപതികളായിട്ടുള്ള, ഏകാധിപതികളായിട്ടുള്ള ക്രൂര ഭരണാധികാരികൾ. അവരുടെ ശക്തിയാണ് മൗണ്ടൻ പ്രതിനിധീകരിക്കുന്നത്. സീ എന്നുള്ളത് മറ്റൊരു ശക്തിയാണ്, ദ പവർ ഓഫ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്, ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ ശക്തി. ജനങ്ങൾ ഒരുമിച്ചാൽ അതൊരു സമുദ്രം പോലെ, സമുദ്രത്തിലെ തിരമാല പോലെ ശക്തി പ്രാപിക്കും. ജനങ്ങളുടെ പ്രതിഷേധത്തിന്റെ മുമ്പിൽ ക്രൂരനായ ഒരു ഭരണാധികാരിക്ക് എത്ര കാലം പിടിച്ചു നിൽക്കാൻ കഴിയും എന്നതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, ആൻഡ് ഹൗ മെനി ഇയേഴ്സ് ക്യാൻ സം പീപ്പിൾ എക്സിസ്റ്റ് ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ? എത്ര കാലം ഒരു രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി തളച്ചിടാൻ കഴിയും അവർക്ക് മോചനം നൽകും മുമ്പ്? ഇവിടെ പീപ്പിൾ എക്സിസ്റ്റ് എന്നുള്ള ഒരു പ്രയോഗം ശ്രദ്ധിക്കുക. എക്സിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഓപ്പോസിറ്റ് ഓഫ് ലിവ്. ജീവിക്കുക എന്നതിൻ്റെ ഒരു എതിർ സങ്കല്പമാണ് എക്സിസ്റ്റ്. ജീവൻ നിലനിർത്തി പോവുക. ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞു, ഇനി മരിക്കും വരെ എങ്ങനെയെങ്കിലും നിലനിന്ന് പോവുക. നമുക്കറിയാം, ലിവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ജീവിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഫണ്ടമെന്റൽ ആയിട്ടുള്ള 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒരാൾക്ക് ജീവിക്കാൻ ഷെൽട്ടർ വേണം, ജീവൻ നിലനിർത്താൻ ഫുഡ് വേണം, അതുപോലെ തന്നെ നമുക്ക് വസ്ത്രം വേണം. ഇതൊന്നുമില്ലാതെയും തെരുവിൽ ജീവിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർക്ക് ഷെൽട്ടർ ഇല്ല, അവർക്ക് ആവശ്യത്തിന് ഫുഡ് ഇല്ല, അതുപോലെ തന്നെ നാണം മറക്കാനോ തണുപ്പിൽ നിന്നോ വെയിലിൽ നിന്നോ മഴയിൽ നിന്നോ സംരക്ഷണം ശരീരത്തിന് നൽകാൻ എന്തെങ്കിലും ഒരു പുതപ്പോ വസ്ത്രമോ ഇല്ല. അവരും ജീവിക്കുന്നുണ്ട്. എന്നാൽ അത്തരം ജനങ്ങൾ എക്സിസ്റ്റ് ചെയ്യുകയാണ്. അടിമ ജീവിതമാണ് അവർക്ക്. അടിമകളെപ്പോലെ ജീവൻ നിലനിർത്തി പോരുന്നു. എത്ര കാലം ഇങ്ങനെ ജനങ്ങളെ എക്സിസ്റ്റ് ചെയ്യിക്കാൻ, ജീവിക്കാതെ ജീവൻ നിലനിർത്തി പോരുന്ന ഒരവസ്ഥയിൽ തളച്ചിടാൻ ഭരണാധികാരികൾക്ക് കഴിയും? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു രാജ്യത്തെ ജനങ്ങളെ അടിമകളാക്കി വെക്കാൻ ക്രൂരരായ ഭരണാധികാരികൾക്ക് എത്ര കാലം കഴിയും? 6ാമത്തെ ക്വസ്റ്റ്യൻ. ആൻഡ് ഹൗ മെനി ടൈംസ് can a man turn his head and pretend that he just doesn't see? യാഥാർത്ഥ്യങ്ങളിൽ നിന്നും തലതിരിച്ചുകൊണ്ട്, ഞാനൊന്നും കാണുന്നില്ല എന്ന് അഭിനയിച്ചുകൊണ്ട് ഒരാൾക്ക് എത്ര കാലം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും? ഈ ചോദ്യം ക്രൂരരായ ഭരണാധികാരികളോടുമാണ്,
അതുപോലെ തന്നെ അടിമകളായിട്ടുള്ള ജനങ്ങളോടും കൂടെയാണ്. ജനങ്ങൾ എല്ലാം സഹിച്ച് തങ്ങളുടെ അവകാശം മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു. എത്ര കാലം യാഥാർത്ഥ്യം കാണാതെ ഇത്തരം ആളുകൾക്ക് ഉത്തരവാദിത്വം നിറവേറ്റാൻ കഴിയാതെ പോകും? അങ്ങനെ ജീവിക്കാൻ കഴിയും? ഭരണാധികാരികളാണെങ്കിൽ മറ്റുള്ളവരുടെ അവകാശം നൽകാതെ എത്ര കാലം യാഥാർത്ഥ്യം മറച്ചുവെച്ചു എല്ലാം കണ്ടിട്ടും കേട്ടിട്ടും കാണാതെയും കേൾക്കാതെയും മുന്നോട്ട് ജീവിക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. ഈ 3 ചോദ്യങ്ങളുടെ അർത്ഥം ഇങ്ങനെയാണ്. ഹൗ ലോങ് ക്യാൻ ദ മൈറ്റി ഡിക്റ്റേറ്റേഴ്സ്, വളരെ ശക്തരായിട്ടുള്ള ഏകാധിപതികൾക്ക് എത്ര കാലം എക്സിസ്റ്റ് ഇൻ ഫ്രണ്ട് ഓഫ് ദി മോർ പവർഫുൾ സീസ് ഓഫ് ദി പ്രൊട്ടസ്റ്റ് ഓഫ് ദി ഒപ്രസ്ഡ് പീപ്പിൾ, അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളുടെ തിരമാല കണക്കെയുള്ള, സമുദ്രം കണക്കെയുള്ള ശക്തിക്ക് മുമ്പിൽ ഒലിച്ചു പോകാതെ ക്രൂരരായ ഭരണാധികാരികൾ, അവർ പർവ്വതം കണക്കെ ശക്തരാണെങ്കിലും എത്ര കാലം അങ്ങനെ നിലനിന്ന് പോകാൻ കഴിയും? അടുത്ത ചോദ്യം, ഹൗ ലോങ് ക്യാൻ ദ പീപ്പിൾ ഓഫ് എ കൺട്രി ബി കെപ്റ്റ് ഇൻ സ്ലേവറി, ഒരു രാജ്യത്തെ ജനങ്ങളെ എത്ര കാലം അടിമകളായി അടിമത്തത്തിൽ തളച്ചിടാൻ കഴിയും? ബിഫോർ ദേ ആർ അലൗഡ് ടു ബി ഫ്രീ, അവർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകപ്പെടും മുമ്പ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ലോങ് ക്യാൻ എ മാൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ദി ഓപ്രസീവ് റൂളേഴ്സ് ആൻഡ് ദി ഓപ്രസ്ഡ് പീപ്പിൾ, അടിച്ചമർത്തപ്പെടുന്ന ജനങ്ങളും ക്രൂരരായ ഭരണാധികാരികളും, 2 കൂട്ടരും ഉൾപ്പെടുന്നതാണ് ഈ മാൻ. എത്ര കാലം ഇങ്ങനെ മനുഷ്യർക്ക് ടേൺ അവേ ഹിസ് ഹെഡ് ഫ്രം റിയാലിറ്റീസ്, യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് തലതിരിച്ച് നടക്കാൻ കഴിയും? ആൻഡ് പ്രിറ്റൻഡ് ടു ബി ഡെഫ്, ഡം ആൻഡ് ബ്ലൈൻഡ്, എന്നിട്ട് കാത് കേൾക്കുന്നില്ല, കണ്ണ് കാണുന്നില്ല, സംസാരിക്കാൻ കഴിയുന്നില്ല എന്ന രൂപത്തിൽ പൊട്ടനായി അഭിനയിച്ച് നടക്കാൻ കഴിയും എന്നുള്ളതാണ് ചോദ്യം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വരികളിലും സ്റ്റാൻസുകളിലും വ്യക്തമായ 2 സിംബൽസ് ഉണ്ട്. മൗണ്ടൻ, ദ പവർ ഓഫ് ഓപ്രസീവ് റൂളേഴ്സ്; സീ, ദ പവർ ഓഫ് പീപ്പിൾസ് പ്രൊട്ടസ്റ്റ്. ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ആദ്യ സ്റ്റാൻസ കഴിഞ്ഞ് 2 വരികൾ ഉപയോഗിച്ച പോലെ ഈ സെക്കൻഡ് സ്റ്റാൻസ കഴിഞ്ഞും അതേ 2 വരികൾ ആവർത്തിച്ചതും ശ്രദ്ധിക്കുക. Then let's move on to the last stanza. ഈ ലാസ്റ്റ് സ്റ്റാൻസയിലും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. Question 7. Yes, and how many times must a man look up before he can see the sky? ആകാശം കാണുന്നതിന് മുമ്പ് ഒരാൾ എത്ര വട്ടം മുകളിലേക്ക് നോക്കണം? ആകാശം കാണാൻ ഒരാൾ എത്ര പ്രാവശ്യം തല ഉയർത്തി നോക്കണം എന്നാണ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഇവിടെ ആകാശം അഥവാ സ്കൈ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ലിമിറ്റ്ലെസ് ഫ്രീഡം, അതിരില്ലാത്ത, പരിധിയില്ലാത്ത സ്വാതന്ത്ര്യം. ഉദ്ദേശിക്കുന്നത് സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ ഒരാൾ എത്ര പ്രാവശ്യം ആകാശം കാണണം? എന്തേ ജനങ്ങൾ സ്വാതന്ത്ര്യത്തിന്റെ വാല്യൂ മനസ്സിലാക്കാത്തത്? സമരങ്ങൾക്ക് വേണ്ടി ജനങ്ങൾ ഇറങ്ങിപ്പുറപ്പെടാൻ മടി കാണിക്കുമ്പോൾ അവരോട് ബോബ് ഡയലാനെ പോലുള്ള അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മൂവ്മെന്റിന്റെ നേതാക്കന്മാർ ഉയർത്തുന്ന ചോദ്യമാണിത്. എല്ലാവർക്കും സ്വാതന്ത്ര്യം ആവശ്യമാണ്, എന്തേ സമരരംഗത്ത് ഇറങ്ങാൻ മടിക്കുന്നു? ആകാശം കാണാൻ, സ്വാതന്ത്ര്യത്തിന്റെ വില മനസ്സിലാക്കാൻ എന്തേ ജനങ്ങൾക്ക് കഴിയാതെ പോകുന്നു? ദ സ്കൈ ഇസ് ദ സിംബൽ ഓഫ് ബൗണ്ട്ലെസ് ഫ്രീഡം. ഇതാണ് ഈ വരി കൊണ്ട് അർത്ഥമാക്കുന്നത്. ബൗണ്ട്ലെസ് ഫ്രീഡം, പരിധിയില്ലാത്ത, അതിരുകളില്ലാത്ത സ്വാതന്ത്ര്യത്തിന്റെ ഒരു പ്രതീകമാണ് സ്കൈ. ആൻഡ് ഇറ്റ് ഈസ് വാസ്റ്റ് ആൻഡ് വിസിബിൾ. എല്ലാവർക്കും കാണുന്ന വളരെ വിശാലവും വ്യക്തവുമാണ്, വാസ്റ്റ് ആൻഡ് വിസിബിൾ ആണ് സ്കൈ. When are the people going to realize the value of freedom? ഇത് പ്രതിനിധീകരിക്കുന്ന, ആകാശം കാണിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന്റെ വില എപ്പോഴാണ്, അതിന്റെ മൂല്യം എപ്പോഴാണ് ജനങ്ങൾ മനസ്സിലാക്കാൻ പോകുന്നത്? How long can they pretend that they don't see the sky? എത്ര കാലം അവർക്ക് ആകാശം കാണുന്നില്ല എന്ന് അഭിനയിച്ച് നടക്കാൻ കഴിയും? അടുത്ത ക്വസ്റ്റ്യൻ, yes, and how many years must one man have before he can hear people cry? ജനങ്ങൾ കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ട് കരയുന്ന അവരുടെ നിലവിളി കേൾക്കാൻ ഒരാൾക്ക് എത്ര കാതുകൾ വേണം? നമുക്കറിയാം, നമ്മുടെ സഹജീവികളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ, അവരുടെ ദീനരോധനങ്ങൾ കേൾക്കണമെങ്കിൽ നമുക്കൊരു കാത് തന്നെ മതി. പക്ഷെ കേൾക്കണ്ട എന്ന് മനസ്സിൽ തീരുമാനിച്ചാൽ 1000 കാതുകൾ ഉണ്ടായാലും കാര്യമില്ല. ജനങ്ങൾ കരയുന്നു പ്രയാസപ്പെട്ടുകൊണ്ട്. എന്തെങ്കിലുമൊക്കെ ദുരന്തങ്ങളിൽ പെട്ടോ, അതല്ലെങ്കിൽ യുദ്ധത്തിന്റെ കെടുതിയിൽ
പ്രയാസം അനുഭവിച്ചുകൊണ്ടോ പട്ടിണി കിടന്നുകൊണ്ടോ ഭക്ഷണമില്ലാതെയോ ഒക്കെ ജനങ്ങൾ അവരുടെ പ്രയാസങ്ങൾ കരച്ചിലുകളായി ഉയർത്തുന്നു. പക്ഷെ ലോകം അത് കേൾക്കുന്നില്ല. എത്ര കാതുകൾ വേണം നമുക്ക് ജനങ്ങളുടെ ദീനരോധനം, ജനങ്ങൾ കരയുന്നത് കേൾക്കാൻ? ഇവിടെ പീപ്പിൾ ക്രൈ എന്നുള്ള ഈ എക്സ്പ്രഷൻ അതൊരു ഓഡിറ്ററി ഇമേജിന്റെ ഉദാഹരണം കൂടെയാണ്. ജനങ്ങളുടെ ആ നിലവിളി നമുക്കും കേൾക്കുന്ന പോലെ ഒരു പ്രതീതി ഉണ്ടാകും. The last question, and how many deaths will it take till he knows that too many people have died? ഒരാൾക്ക് ബോധ്യപ്പെടും മുമ്പ് ധാരാളം പേർ മരിച്ചു എന്ന് ബോധ്യപ്പെടാൻ എത്ര പേർ മരിക്കണം? എത്രയധികം ആളുകൾ മരിച്ചതിന് ശേഷമാണ് നമുക്ക് ഒരുപാട് ആളുകൾ ധാരാളം പേർ മരിച്ചു എന്ന് ബോധ്യമാവുക? ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, why do people ignore the cry of his fellow beings that are tortured and suffer in life? ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവപ്പെടുന്ന ജനങ്ങൾ, പീഡിപ്പിക്കപ്പെടുന്ന ജനങ്ങളുടെ കരച്ചിൽ എന്തേ ജനങ്ങൾ മറ്റുള്ളവർ കേൾക്കാതെ പോകുന്നത്? Then last question, how many people should die before the rulers and the ruled realize that too many have died? ഭരണാധികാരികൾക്കും ഭരണീയർക്കും ബോധ്യപ്പെടാൻ എത്ര പേർ മരിച്ചിരിക്കണം? എത്ര അധികം ആളുകൾ മരിച്ചതിന് ശേഷമാണ് ധാരാളം മരണങ്ങൾ സംഭവിച്ചു എന്ന് നാം മനസ്സിലാക്കാൻ പോകുന്നത്? When are the authorities going to take measures to prevent bloodshed and killing? രക്തച്ചൊരിച്ചിലുകളും കൂട്ടക്കൊലപാതകങ്ങളും അവസാനിപ്പിക്കാനുള്ള നടപടികൾ എപ്പോഴാണ് അധികാരിവർഗം സ്വീകരിക്കാൻ പോകുന്നത് എന്നൊക്കെയാണ് ഇതുകൊണ്ട് ബോബ് ടൈലാൻ ഉയർത്തുന്ന ചോദ്യം. Then ഈ ലാസ്റ്റ് സ്റ്റാൻസ് കഴിഞ്ഞും നമുക്ക് the answer my friend is blowing in the wind, the answer is blowing in the wind എന്നുള്ള ഈ കപ്ലെറ്റ്, ഈ 2 lines കാണാവുന്നതാണ്. Answers to all these questions are known to all as they are blowing in the wind. അന്തരീക്ഷത്തിലൂടെ ഒഴുകി നടക്കുന്ന പോലെ ഇതിന്റെ എല്ലാം ആൻസേഴ്സ് എല്ലാവർക്കും അറിയുന്നതാണ്. People need only open their eyes and ears to catch them. ജനങ്ങൾ അവരുടെ കണ്ണുകൾ ഒന്ന് തുറക്കുക, കാതുകൾ ഒന്ന് തുറക്കുക, എങ്കിൽ they can catch the answers. ഇതിന്റെയൊക്കെ ഉത്തരങ്ങൾ, ആൻസേഴ്സ് എല്ലാവർക്കും പിടികിട്ടുന്നതാണ്. ബ്ലോയിങ് ഇൻ ദ വിൻഡ് എന്നുള്ള ഈ സോങ് വിശദീകരിച്ചത് വിദ്യാർത്ഥികൾക്ക് വ്യക്തമായി മനസ്സിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ ഉൾപ്പെടുന്ന 9 റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, ഓരോ ക്വസ്റ്റ്യനും എന്താണ് ഉദ്ദേശിച്ചത് എന്നും നാം വിശദമായി മനസ്സിലാക്കി. പ്രധാനമായും ഈ സോങ്ങിൽ ഉൾപ്പെടുന്ന പോയറ്റിക് ഡിവൈസസ്, റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻ, ദെൻ റിഫ്രൈൻ, സിംബലിസം, ധാരാളം സിംബലുകൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഓരോ സിംബലും അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തെന്നും നാം മനസ്സിലാക്കി. ദെൻ അലിറ്ററേഷൻ ആൻഡ് an example of auditory image. ഇതൊക്കെ വിദ്യാർത്ഥികൾ ഇതിനകം മനസ്സിലാക്കി കഴിഞ്ഞു. ഇനി ഈ സോങ്ങിന്റെ ഒരു അപ്രീസിയേഷൻ അത് മറ്റൊരു വീഡിയോയിൽ വിശദീകരിക്കും. ഇത്തരത്തിൽ ഉപകാരപ്രദമായ വീഡിയോസ് തുടർന്നും ലഭിക്കാൻ ഇംഗ്ലീഷ് എഡ്യൂസ്പോട്ട് വീഡിയോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ട വീഡിയോസ് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.